ഏവർക്കും പ്രതിഭ കോളേജിന്റെ മറ്റൊരു ഓൺലൈൻ സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് നോക്കുന്നേ കോൺകോഡ് എന്ന ടോപ്പിക്കിന്റെ രണ്ടാമത്തെ ഒരു നിയമം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്ന് ചോദ്യം നോക്കി. വൺ ഓഫ് ദ സോൾജിയേഴ്സ് ഡാഷ് കിൽഡ് ബൈ ദ എനിമീസ്. എങ്ങനെയാണ് ഞാൻ ഈ ചോദ്യം കോൺകോഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് മനസ്സിലാക്കിയത്? നമ്മൾ ഓപ്ഷൻ നോക്കി അല്ലെ? ഓപ്ഷൻ നോക്കിയപ്പോൾ എന്താ അവിടെ കിടക്കുന്നത്? വെർബുകളാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ടോപ്പിക് കോൺകോഡ്. എങ്ങനെ കോൺകോഡ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ആണ്. അതായത് ഒരു സബ്ജക്ട് ഇങ്ങനത്തെ സബ്ജക്ട് വന്നാൽ ഇങ്ങനെ മാത്രമേ വെർബ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു നിയമമാണ് കോൺകോഡ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ റൂള് ഒന്ന് നോക്കാം. നോക്കി, വൺ ഓഫ് എന്ന് പറഞ്ഞൊരു സെന്റൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത് ഉപയോഗിക്കേണ്ടത് പ്ലൂറൽ നൗൺ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കണ്ടില്ലേ? പ്ലൂറൽ നൗൺ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനുശേഷം വരുന്ന വെർബ് ഉപയോഗിക്കേണ്ടത് സിംഗുലർ വെർബാണ്. നിയമം എന്തുവാ? വൺ ഓഫിൽ ഒരു സെന്റൻസ് തുടങ്ങിയാൽ പ്ലൂറൽ നൗണും സിംഗുലർ വെർബും. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതാ സിംഗുലർ വെർബ്സ് ഏതൊക്കെയാ ഒന്നുകൂടെ പറയുന്നു. കഴിഞ്ഞ ആ വീഡിയോ ക്ലാസ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാ. സിംഗുലർ വെർബ്സ് ഏതൊക്കെയാ? ഈസ്, വാസ്, ഹാസ്, ഡസ്. ഏതൊക്കെയാണ് സിംഗുലർ വെർബ്സ്? ഈസ്, വാസ്, ഹാസ്, ഡസ്. ക്ലിയർ അല്ലേ? ഏതൊക്കെയാ പ്ലൂറൽ വെർബ്സ്? പ്ലൂറൽ വെർബുകൾ ഏതൊക്കെയാണ്? ആർ, വെയർ, ഹാവ്, ഡു. അല്ലെ? പ്ലൂറൽ വെർബ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ആർ, വെയർ, ഹാവ്, ഡു. നമുക്കൊന്ന് ചോദ്യത്തിലോട്ട് പോയിട്ട് വരാം. നോക്കിയ ചോദ്യം, വൺ ഓഫ് ദ സോൾജിയേഴ്സ് ഡാഷ് കിൽഡ് ബൈ ദ എനിമീസ് എന്നാണ് ചോദ്യം. നോർമലി നമ്മൾ വായിക്കുന്ന പോലെ വായിച്ചു. അപ്പൊ നമ്മൾ കണ്ടു വൺ ഓഫിലാ ഒരു സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ വൺ ഓഫിൽ ഒരു സെന്റൻസ് തുടങ്ങി ഉപയോഗിക്കേണ്ടത് പ്ലൂറൽ നൗണാ. ചോദ്യത്തിൽ ഉണ്ട് പ്ലൂറൽ നൗൺ അല്ലേ കിടക്കുന്ന? സോൾജിയേഴ്സ്. ഒന്നിൽ കൂടുതൽ. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ എന്താ? ബഹുവചനം. അപ്പൊ ഒന്നിൽ കൂടുതൽ. സോൾജിയർ എന്ന് പറയുമ്പോൾ സിംഗുലറാ, സോൾജിയേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറലാ. ഓക്കെ, അപ്പൊ പ്ലൂറൽ നൗൺ തന്നെ തന്നിരിക്കും. നമുക്ക് ആൻസർ ആയിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് വെർബിന്റെ. നമ്മൾ എന്താ പറഞ്ഞ നിയമം? ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ. വൺ ഓഫിൽ ഒരു സെന്റൻസ് തുടങ്ങിയാൽ പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മൾ നോർമലി ഓപ്ഷൻസ് നോക്കുക. ഏതൊക്കെയാ സിംഗുലർ വെർബ്സ്? നോക്കി. ഈസ് സിംഗുലർ ആണ്, ഹാസ് സിംഗുലർ ആണ്. ആറ് വരും? ആറ് വരത്തില്ല. ആറ് പ്ലൂറലാ, അല്ലേ? വേറും പ്ലൂറൽ, അതും വരത്തില്ല. അപ്പൊ നമ്മുടെ ആൻസർ ഏതൊക്കെ വരാൻ വേണമെങ്കിൽ ഒന്നെങ്കിൽ ഈസ് വരാം, അല്ലെങ്കിൽ ഹാസ് വരാം. അങ്ങനെ രണ്ട് ഉത്തരങ്ങൾ ഓപ്ഷനിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാ പറഞ്ഞേ? കഴിഞ്ഞ ക്ലാസ്സിന് എന്താ പറഞ്ഞേ? വെർബിന്റെ മൂന്നാമത്തെ രൂപം ഉണ്ടോ എന്ന് നോക്കണം. ചോദ്യത്തിൽ നോക്കിയപ്പോ വൺ ഓഫ് ദ സോൾജിയേഴ്സ് ഡാഷ് കിൽഡ്. കിൽ എന്ന് പറയുന്ന വെർബിന്റെ V3 ആണ് കിൽഡ്. കിൽ എന്ന് പറയുന്ന വെർബിന്റെ V3 ആണ് കിൽഡ്. V2ഉം V3ഉം കിൽഡ് തന്നെയാണ്. നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ വെർബിന്റെ മൂന്നാമത്തെ രൂപം ഉണ്ട്. ഇനി നമുക്ക് എന്തറിയണം? ചോദ്യം ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ എന്നറിയണം. എന്തിനാ നമ്മൾ അങ്ങനെ നോക്കുന്നത്? കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. കഴിഞ്ഞ ക്ലാസ് കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുന്നു. ചോദ്യം ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഹാസ്, ഹാവ് കൂടെ എന്ത് ഉപയോഗിക്കാൻ പറ്റൂ? V3 ഉപയോഗിക്കാൻ പറ്റൂ. ഇനി ചോദ്യം പാസീവ് വോയിസ് ആണെങ്കിൽ മാത്രമേ വെർബിന്റെ മൂന്നാമത്തെ രൂപം എന്തിന്റെ കൂടെയൊക്കെ നിൽക്കുള്ളൂ? ഈസ്, ആം, ആറ്, വാസ്, വേർ. ഇവയുടെ കൂടെ V3 എപ്പോഴേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ചോദ്യം പാസീവ് വോയിസ് ആണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ പറഞ്ഞായിരുന്നു എങ്ങനെയാ എളുപ്പത്തിൽ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും തിരിച്ചറിയുന്നതെന്ന്. എങ്ങനെയാ തിരിച്ചറിയാം? ആക്റ്റീവ് വോയിസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ചോദ്യം വായിച്ചിട്ട് സെന്റൻസിലെ സബ്ജക്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആക്റ്റീവ് വോയിസ് ആണ്, പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ അത് പാസീവ് വോയിസ് ആണ്. ക്ലിയർ അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കാം. ഒരു സെന്റൻസിലെ സബ്ജക്ട് പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആക്റ്റീവ് വോയിസാ, പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ അത് പാസീവ് വോയിസ് ആണ്. നമുക്ക് നോക്കാം ചോദ്യം. വൺ ഓഫ് ദ സോൾജിയേഴ്സ് ഡാഷ് കിൽഡ് ബൈ ദ എനിമീസ് എന്ന. അപ്പോ പട്ടാളക്കാരിൽ ഒരാള് ശത്രുക്കളാൽ കൊല്ലപ്പെട്ടു എന്നാ പറയുന്നേ. അവിടെ സബ്ജക്ട് ഏതാടാ? സബ്ജക്ട് ഏതാ? പട്ടാളക്കാരിലെ പറയുന്ന പട്ടാളക്കാരിൽ ഒരാൾ, അതാണ് അവിടുത്തെ സബ്ജക്ട്. പട്ടാളക്കാരിൽ ഒരാൾ ശത്രുക്കളാൽ കൊല്ലപ്പെട്ടു എന്നാ പറയുന്നേ. അപ്പൊ അവിടെ ആ പട്ടാളക്കാരൻ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ അത് ഏതിലേ വരുള്ളൂ? പാസീവ് വോയിസിലേ വരുള്ളൂ. നമ്മൾ പഠിച്ചായിരുന്ന പാസീവ് വോയിസിൽ മാത്രമേ എന്തൊക്കെ വരുള്ളൂ? ഈസ്, ആം, ആറിന്റെ കൂടെയും പാസ് പേരിന്റെ കൂടെയും V3 വരൂ. നമുക്ക് നോർമലി അറിയുന്നതിലെ ഈസ്, ആം, ആറിന്റെ വെർബിന്റെ ING രൂപം നമ്മൾ എപ്പോഴേ ഉപയോഗിക്കൂ? ആക്റ്റീവ് വോയിസിൽ ഉപയോഗിക്കും. എന്നാൽ ഇവിടെ എന്താ? ചോദ്യത്തിൽ കിൽഡ് വെർബിന്റെ മൂന്നാമത്തെ രൂപം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യം ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ തിരിച്ചറിയണം. കാരണം ഓപ്ഷൻസ് ഈസും ഹാസും. ഏതിന്റെ കൂടെയാണ് V3 ഉപയോഗിക്കേണ്ടത് നമുക്ക് അറിയണമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ നോക്കുന്നു. ഇവിടെ ചോദ്യം നോക്കി. വൺ ഓഫ് ദ സോൾജിയേഴ്സ് എന്ന പട്ടാളക്കാരിൽ ഒരാള് എനിമീസിൽ ശത്രുക്കളാൽ കൊല്ലപ്പെട്ടു എന്നാ പറയുന്നേ. അപ്പൊ അവിടെ പട്ടാളക്കാരൻ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ? ഇല്ല.
അപ്പൊ ആൻസർ പാസീവ് വോയിസിലേ വരൂ. അതുകൊണ്ട് നമ്മൾ ഈസ് എടുക്കോ ഹാസ് എടുക്കോ എന്ന് പറഞ്ഞ് ഈസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നോക്കിയേക്ക് ചോദ്യം. വൺ ഓഫ് മൈ കസിൻസ് ഡാഷ് ഇൻ അമേരിക്ക എന്നാണ് ചോദ്യം. വായിച്ചു നോക്കുക, ഓപ്ഷൻസ് നോക്കുക, ടോപ്പിക് ഏതാണെന്ന് മനസ്സിലാവും. ഓപ്ഷൻസ് നോക്കിയപ്പോ എല്ലാം വെർബുകളാ. അപ്പൊ മനസ്സിലായി കോൺകോഡ് എന്ന ടോപ്പിക്കാ. നമ്മൾ ചോദ്യം നോക്കി എന്തിനാ തുടങ്ങിയിരിക്കുന്നത്? വൺ ഓഫിലാണ് ഒരു സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ എന്താ നമ്മുടെ നിയമം എന്ന് ഒരുമിച്ച് പറഞ്ഞേ. വൺ ഓഫിൽ ഒരു സെന്റൻസ് തുടങ്ങിയാൽ അവിടെ പ്ലൂറൽ നൗണേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സിംഗുലർ വെർബ് വേണം അതിനുശേഷം ഉപയോഗിക്കാൻ. പ്ലൂറൽ നൗൺ ഇവിടെ കിടപ്പിലെ ചോദ്യത്തിലുണ്ട്. മൈ കസിൻസ്, കസിൻസ് എന്നല്ലേ കിടക്കുന്നേ, കസിൻ എന്നല്ല, കസിൻസ് എന്നാ കിടക്കുന്നേ അല്ലെ, കസിൻമാർ. ഓക്കെ, ബഹുവചനമാണ്, പ്ലൂറൽ ആണ്, അതൊക്കെയാണ്. നമുക്ക് അവിടെ ഫില്ല് ചെയ്യേണ്ടത് അതാണോ? അല്ല, നമുക്ക് ആൻസർ ഫില്ല് ചെയ്യേണ്ടത് അവിടെ വെർബാ ഫില്ല് ചെയ്യേണ്ടേ. നമ്മുടെ ആൻസർ എന്തേ വരൂ? നമ്മൾ പഠിച്ച നിയമം അനുസരിച്ച് സിംഗുലർ വെർബേ വരും. ഓപ്ഷൻസ് നോക്കി സിംഗുലർ വെർബ് ഏതേ ഉള്ളൂ അവിടെ. ഈസ് അല്ലേ ഉള്ളൂ സിംഗുലർ. ബാക്കിയെല്ലാം പ്ലൂറല്ലേ. ആറ് വരത്തില്ല, പ്ലൂറലാ. വേറെ വരത്തില്ല, അതും പ്ലൂറലാ. ഹാവും വരത്തില്ല, അതും പ്ലൂറലാണ്. ഇനി പരീക്ഷയ്ക്ക് ഓപ്ഷനിൽ ഒരു ഹാസ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? രണ്ടും സിംഗുലർ വെർബുകളാണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറഞ്ഞായിരുന്നു? ചോദ്യത്തിന് നേരെ പോയി വെർബിന്റെ മൂന്നാമത്തെ രൂപം ഉണ്ടോ നോക്കണം. ഇവിടെ ഉണ്ടോ വെർബ് ഏതെങ്കിലും? വൺ ഓഫ് മൈ കസിൻസ് ഡാഷ് ഇൻ അമേരിക്ക എന്നാ പറയുന്നത്. എന്റെ കസിന്മാരിൽ ഒരാൾ അമേരിക്കയിലാണെന്നാ പറയുന്നത്. അവിടെ വെർബ് ഒന്നും ഇല്ല. അപ്പൊ വെർബിന്റെ മൂന്നാമത്തെ രൂപം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞു തന്നായിരുന്നു. എന്ത് ചെയ്യണം? സെന്റൻസ് വായിച്ചിട്ട് അർത്ഥം എടുത്തിട്ട് ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന അർത്ഥത്തിൽ ഏതൊക്കെ എടുക്കാം നമുക്ക്? ഈസ്, ആം, ആർ, വാസ് വേറെടുക്കാം അല്ലേ? ഇനി ആ സെന്റൻസിലെ വായിച്ചതിന് ശേഷം അവിടെ ഉണ്ട് എന്ന അർത്ഥമാണെങ്കിൽ എന്ത് ചെയ്യണം? ഹാസ്, ഹാവ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ നോക്കി, വൺ ഓഫ് മൈ കസിൻസ് ഡാഷ് ഇൻ അമേരിക്ക. എന്റെ കസിന്മാരിൽ ഒരാള് അമേരിക്കയിലാണ്. അപ്പൊ ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന അർത്ഥത്തിൽ ഏതേ എടുക്കും നമ്മൾ? ഈസേ എടുക്കൂ, ഹാസ് എടുക്കോ? ഇല്ല, ഈസേ എടുക്കത്തുള്ളൂ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തോട് പോവാം. ശരി, ചോദ്യം. വൺ ഓഫ് ദ പപ്പീസ് ഡാഷ് ഔട്ട് ഓഫ് ദ കെനൽ. ഓപ്ഷൻസ് നോക്കിയപ്പോ എല്ലാം വെർബുകളാണ് കിടക്കുന്നത്. നമ്മൾ നോർമലി നമ്മുടെ നിയമം പഠിച്ചിട്ടുണ്ട്. വൺ ഓഫിൽ ഒരു സെന്റൻസ് തുടങ്ങിയാൽ പ്ലൂറൽ നൗൺ വരണം. അതല്ലേ ഇവിടെ വന്നത്? പപ്പീസ് എന്നല്ലേ വന്നത്? പപ്പീസ് എന്ന് പറയുന്ന പട്ടിക്കുട്ടികൾ. ഒന്നിലധികം പ്ലൂറൽ നൗൺ തന്നെ വന്നത്. നമുക്ക് എന്താ അവിടെ ഫില്ല് ചെയ്യേണ്ടത്? സിംഗുലർ വെർബാ ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ ഓപ്ഷനിൽ ഏതൊക്കെയാ സിംഗുലർ വെർബ് എന്ന് ഫില്ല് ചെയ്യണം. ഇനി ഇംഗ്ലീഷ് ഒട്ടും അറിഞ്ഞാത്തരം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. സിംഗുലർ വെർബുകൾ നമ്മൾ ഈസ്, വാസ്, ഹാസ്, ഡസ് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ വെർബുകൾ കണ്ടോ? ഇവിടുത്തെ ഓപ്ഷൻസ് കണ്ടോ? എങ്ങനെ കിടക്കുന്നേ? ഗെറ്റ്, ഗെറ്റ്സ്, ആർ ഗെറ്റ്, വേർ ഗെറ്റ്. ശരി, ഇവിടെ ആറും വേറും വരുന്നതുകൊണ്ട് നോർമലി അത് പ്ലൂറൽ എന്ന് മനസ്സിലായി. ഇനി ഗെറ്റും ഗെറ്റ്സും കിടപ്പുണ്ട്. അതിൽ എങ്ങനെയാ മനസ്സിലാക്കുന്നതെന്ന് പഠിച്ചു വെച്ചേക്കുക. വെർബിന്റെ ഒന്നാമത്തെ രൂപമാണ് കാണുന്നതെങ്കിൽ അതെങ്ങനെ നമുക്ക് കിട്ടുക? ഡു എന്ന് പറയുന്ന ഓക്സിലറി വെർബിന്റെ കൂടെ വെർബിന്റെ ഒന്നാമത്തെ രൂപം കൂട്ടിയിട്ടാണ് വെർബിന്റെ ഒന്നാമത്തെ രൂപം കിട്ടുന്നത്. അതായത് ഈറ്റ് എന്ന് പറയുന്ന വെർബ് എങ്ങനെയാ കിട്ടുന്നത്? ഡു പ്ലസ് ഈറ്റ് ആണ് ഈറ്റ്. ഓക്കെ, അതായത് ഇവിടെ ഗെറ്റ് നമുക്ക് എങ്ങനെയാ കിട്ടുന്നത്? ഡു പ്ലസ് ഗെറ്റ് ആണ് എന്തായി മാറുന്നത്? V1 ആയ ഗെറ്റ്. അതുകൊണ്ട് അത് എന്ത് വെർബ? പ്ലൂറൽ ആണ്. അപ്പൊ വെർബിന്റെ ഒന്നാമത്തെ രൂപം കണ്ടാ മനസ്സിലായിക്കോ, അത് പ്ലൂറൽ വെർബാണ്. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കുക, ഗെറ്റ്സ് കിടക്കുന്നു. ഗെറ്റ്സ് ഒന്ന് നോക്കിയേ. ഗെറ്റ്സ് ഇവിടെ ഗെറ്റ്സ് എങ്ങനെയാ കിട്ടുക? ഒരു വെർബിന്റെ എസ് അല്ലെങ്കിൽ ES രൂപം എങ്ങനെയാ കിട്ടുന്നേ? ഡസ് പ്ലസ് വെർബിന്റെ ഒന്നാമത്തെ രൂപം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? വെർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ES ചേർന്ന രൂപം. അതായത് ഇവിടെ നോക്കിയേ, ഗെറ്റ്സ് എന്ന് പറയുന്ന വെർബ് എങ്ങനെയാ കിട്ടിയിരിക്കുന്നത്? ഡസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബിന്റെ കൂടെ ഗെറ്റ് എന്ന് പറയുന്ന V1 കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഡസിന്റെ കൂടെ V1 ചേർന്നിട്ടാ വെർബിന്റെ എസ് അല്ലെങ്കിൽ ES ചേർന്ന രൂപം ഉണ്ടാവുന്നേ. ഇവിടെ ഗെറ്റ്സ് എങ്ങനെയാ ഉണ്ടായിരിക്കുന്നേ? ഡസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബിന്റെ കൂടെ ഗെറ്റ് V1 ചേർന്നിട്ടാ ഗെറ്റ്സ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ മനസ്സിലായിക്കോ, ഏതെങ്കിലും വെർബിന്റെ എസ് അല്ലെങ്കിൽ ES കണ്ടു കഴിഞ്ഞാൽ എന്ത് മനസ്സിലായിക്കോളണം? അത് സിംഗുലർ വെർബ് എന്ന് മനസ്സിലായിക്കോളണം. ക്ലിയർ ആണോ പറയുന്നത്? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? പക്ഷെ അപ്പൊ നോക്കി, ഇതിന്റെ ആൻസർ എന്തായിട്ട് പോകും? വൺ ഓഫ് ദ പപ്പീസ് ഡാഷ് ഔട്ട് ഓഫ് ദ കെനൽ എന്നാ പറഞ്ഞേ. ചോദ്യം നോക്കി, വൺ ഓഫ് ലെറ്റർ സെന്റൻസ് തുടങ്ങി എങ്കിൽ നമുക്ക് ആൻസർ വരേണ്ടത് സിംഗുലർ വെർബ. പ്ലൂറൽ നൗൺ ചോദ്യത്തിലുണ്ട്. നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് വെർബ, സിംഗുലർ വെർബ വരേണ്ട. അപ്പൊ ഓപ്ഷനിൽ ഏതേ സിംഗുലർ വെർബ് ഉള്ളൂ? ഗെറ്റ്സ് എ സിംഗുലർ വെർബായിട്ട് ഉള്ളൂ. ഓർത്ത് വെക്ക്, ഒരു വെർബിന്റെ എസ് അല്ലെങ്കിൽ ES കണ്ടു കഴിഞ്ഞാൽ അത് സിംഗുലർ വെർബാണ്. ഒരു വെർബിന്റെ ഒന്നാമത്തെ രൂപം കണ്ടു കഴിഞ്ഞാൽ അത് പ്ലൂറൽ വെർബാണ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഈറ്റ്, EAT, ഈറ്റ് എന്ന് പറയുന്ന വെർബ് അത് പ്ലൂറൽ ആണ്. വെർബിന്റെ ഒന്നാമത്തെ രൂപം അല്ലേ? ഇനി ഈറ്റ്സ് എന്ന് പറഞ്ഞാലോ? ഈറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് സിംഗുലർ വെർബ്. കാരണം എന്താ? അത് വെർബിന്റെ എസ് അല്ലെങ്കിൽ ES രൂപമാണ്. അതുകൊണ്ട് അത് സിംഗുലർ വെർബ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇന്നത്തെ നിയമം എന്താ നമുക്കൊന്ന് പറഞ്ഞിട്ടൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം എന്ന് പറഞ്ഞേ. വൺ ഓഫിൽ ഒരു സെന്റൻസ് തുടങ്ങിയാൽ
പ്ലൂറൽ നൗണും സിംഗുലർ വെർബേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പഠിച്ചതല്ലേ? വൺ ഓഫിൽ ഒരു സെന്റൻസ് തുടങ്ങിയാൽ പ്ലൂറൽ നൗൺ സിംഗുലർ വെർബ്. ശേഷം എന്താ ചെയ്യേണ്ടത്? നമ്മള് ചോദ്യം വായിച്ചു നോക്കുക. രണ്ട് ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാ വെർബിന്റെ മൂന്നാമത്തെ രൂപം ഉണ്ടോ എന്ന് നോക്കുക. വെർബിന്റെ മൂന്നാമത്തെ രൂപം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യം ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ നോക്കണം. അത് എന്തിനാ നമ്മൾ അങ്ങനെ നോക്കുന്നത്? കാരണം ആക്റ്റീവ് വോയിസിൽ മാത്രമേ വെർബിന്റെ മൂന്നാമത്തെ രൂപത്തിലൂടെ എന്തൊക്കെ നിൽക്കുള്ളൂ? ഹാസും ഹാവും ഹാഡും ഒക്കെ എന്തിന്റെ കൂടെ നിൽക്കുള്ളൂ? ആക്റ്റീവ് വോയിസിൽ മാത്രമേ നിൽക്കുള്ളൂ. പാസീവ് വോയിസിൽ മാത്രമേ വെർബിന്റെ മൂന്നാമത്തെ രൂപം എന്തിന്റെ കൂടെ നിൽക്കും? ഈസ്, ആമ്, ആറ്, വാസ്, വേറിന്റെ കൂടെ നിൽക്കും. ഇനി ഹാവിന്റെ കൂടെയും ഹാസിന്റെ കൂടെയും ബീൻ വന്നതിന് ശേഷം വെർബിന്റെ മൂന്നാമത്തെ രൂപം നിൽക്കും. അത് നമ്മൾ കഴിഞ്ഞ ഒരു നിയമം പഠിച്ചപ്പോ അതിൽ നോക്കിയതായിരുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ വർക്ക്ഔട്ട് ചെയ്യാം.